ഓം ശാന്തി. 21/7/2022 बाबा कहती बेटे बच्चे सदा खुशी में रहो तो स्वर्ग की बादशाही का नशा कभी भूल नहीं सकता. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ സദാ സന്തോഷത്തിലിരിക്കും, അപ്പോൾ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവിയുടെ ലഹരി ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. സദാ അല്ലെ ബാബ എന്താ പറഞ്ഞത്? മധുരമായ കുട്ടികളെ സദാ സന്തോഷത്തിലിരിക്കും, അപ്പോൾ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവിയുടെ ലഹരി ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ചോദ്യം, ബാബ കോൺസി വണ്ടർഫുൾ സാപ്ലിംഗ് ലഗാത്തെ ഹി? ബാബ ഏതൊരു വണ്ടർഫുൾ ആയ സാപ്ലിംഗ് ആണ് നടത്തുന്നത്? അതായത് ബാബ ഏതൊരു വണ്ടർഫുൾ ആയ നടൽ കർമ്മമാണ് നടത്തുന്നത്? അപ്പൊ ബാബ പറയുന്നു, പതീത് മനുഷ്യോക്കോ പാവൻ ദേവത ബനാ ദേന യേ വണ്ടർഫുൾ സാപ്ലിംഗ് ബാബ് ഹി ലഗാത്തെ ഹി. പതീതരായ മനുഷ്യരെ പാവനമായ ദേവതയാക്കി മാറ്റുക എന്ന വണ്ടർഫുൾ ആയ സാപ്ലിംഗ്, സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നടുക അല്ലെ, നടൽ, വൃക്ഷത്തെ നടുക എന്ന് പറയില്ലേ, ഇപ്പൊ നടുക എന്നുള്ളതാണ്. അപ്പോ ഈ വണ്ടർഫുൾ ആയിട്ടുള്ള നടൽ കർമ്മം ബാബയാണ് ചെയ്യുന്നത്, ബാബ മാത്രമാണ് ചെയ്യുന്നത്. जो धर्म प्रायलोभ है उसकी स्थापना कर देना वंडर है. ഏത് ധർമ്മമാണോ മറഞ്ഞു പോയത് അല്ലെ, മറഞ്ഞു പോയ, പ്രായലോഭമായി ലോപിച്ചു പോയ അല്ലെ, മറഞ്ഞു പോയ ആ ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. അപ്പൊ പതീതരായ മനുഷ്യരെ പാവന ദേവതയാക്കി മാറ്റുക ഈ വണ്ടർഫുൾ സാപ്ലിംഗ് ബാബ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ അല്ലെ, മറഞ്ഞുപോയ ധർമ്മത്തെ വീണ്ടും സ്ഥാപിക്കുക എന്നുള്ള കർത്തവ്യവും ബാബയുടേത് വളരെ അത്ഭുതകരമാണ്. ഇനി ഒരു ചോദ്യം കൂടി, ബാബ്ക ചരിത്ര കോൺസാഹി? എന്താണ് ബാബയുടെ ചരിത്രം? ബാബ പറയുന്നു, ചതുരായി സെ ബച്ചോं को कौड़ी से हीरे जैसा बनाना ये ബാബ്ക ചരിത്ര है. അല്ലെ, വളരെ എന്താണ്, ചാതുര്യത്തോടു കൂടി കുട്ടികളെ കക്കയിൽ നിന്നും വജ്ര സമാനമാക്കി മാറ്റുക. അല്ലെ, ബാബ കുട്ടികളെ കക്കയിൽ നിന്നും വജ്ര സമാനമാക്കി മാറ്റുന്നത് അത്രയും ചാതുര്യത്തോടു കൂടിയാണ്. ഇത് ബാബയുടെ ചരിത്രമാണ്. ബാക്കി കൃഷ്ണക്കെ തോ കോയി ചരിത്ര നഹി ഹെ, വോ ഛോട്ടാ ബച്ചാ ഹെ. അല്ലാതെ കൃഷ്ണന് ചരിത്രമൊന്നുമില്ല. കൃഷ്ണൻ ആരാണ്? കൊച്ചുകുട്ടിയാണ്. അല്ലെ, കൃഷ്ണനെ പ്രത്യേകിച്ച് ചരിത്രമൊന്നുമില്ല. അല്ലെ, ബാബയുടേതാണ് ചരിത്രം. കാരണം ബാബ വന്നിട്ടാണ് മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നത്, അല്ലെ, സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. പിന്നെ വളരെ ചതുരതയോടുകൂടി എന്നുവെച്ചാൽ ചാതുര്യത്തോടുകൂടി കുട്ടികളെ കക്കയിൽ നിന്നും അമൂല്യമായ വജ്രങ്ങളാക്കി മാറ്റുന്നത് ബാബയുടെ ചരിത്രമാണ്, കൃഷ്ണന്റെ ചരിത്രമല്ല. ഗീതം, രാത്രിക്ക് റാഹി തക്കുമത്ത് ജാന സുബഹ മനസ്സിൽ ദൂർ നഹി. രാത്രിയിലെ യാത്രക്കാര് ക്ഷീണിക്കരുത്, പ്രഭാതമാകുന്ന ലക്ഷ്യം വിദൂരത്തിലല്ല. ഓം ശാന്തി. മീठे मीठे बच्चे जानते हैं ये गीत कोई यहाँ का बनाया हुआ नहीं है. മധുരമായ കുട്ടികൾക്കറിയാം, ഈ ഗാനം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളതല്ല. ഗീത് ജബ് സുനത്തെ ഹോ തോ സമജ്തേ ഹോ ബരോബർ ബാബ ഹമാരാ ഹാത്ത് പക്കഡ് കർ ലേ ചലത്തെ. പാട്ട് കേൾക്കുന്ന സമയത്ത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ നമ്മൾ കുട്ടികളുടെ കൈകൾ പിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ജൈസെ ചോട്ടെ ബच्चे होते हैं समझते हैं हाथ ना पकड़ने से गिरना पड़े. കൊച്ചു കുഞ്ഞുങ്ങള് അല്ലെ, അവര് നടക്കുമ്പോ അവരുടെ കൈ പിടിച്ചില്ല എങ്കിൽ അവര് വീണു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടാറുണ്ട്. അല്ലെ, തീരെ കുഞ്ഞ് കുട്ടികളാണ്, നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ അവരുടെ കൈ പിടിച്ചില്ലെങ്കിൽ അവര് വീണു പോകും. അതേപോലെ ബാബയും നമ്മൾ കുട്ടികളെ അല്ലെ നമ്മുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. तो अभी वैसे तुम जानते हो घोर अंधियारा है. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് അറിയാം, ഈ സൃഷ്ടിയിലെ ഘോരാന്ധകാരമാണ്. ടോക്കരെ ഹി ടോക്കരെ കാത്തെ രഹത്തെ ഹെ.
അല്ലെ? അന്ധകാരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നവര് തപ്പി തടഞ്ഞ് വീണുകൊണ്ടിരിക്കും. ബുദ്ധി ഭി കഹത്തി ഹെ ഏക് ബാബ ഹി ഹെ സ്വർഗ കി സച്ച്ഖണ്ഡ് കി സ്ഥാപൻ കർണെ വാല. അല്ലെ? നമ്മുടെ ബുദ്ധി, നമ്മുടെ വിവേകം നമ്മളോട് പറയുന്നുണ്ട്, ഒരേ ഒരു ബാബ മാത്രമാണ് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്, സത്യഖണ്ഡത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. ഊഞ്ചത്തെ ഊച്ച് വോ സച്ച ബാബ ഹെ ഉൻകി മഹിമ കർണി ഹോത്തി ഹെ. ഈ പ്രപഞ്ചത്തിൽ ഉയർന്നതിലും ഉയർന്നവൻ ആ ഒരേ ഒരു ബാബ മാത്രമാണ്. അതുകൊണ്ട് ബാബയുടെ മഹിമ പാടണം. ഓരോക്കോ നിശ്ചയബുദ്ധി ബനാനെ കെലിയെ. എന്തിനാണ് നമ്മൾ ബാബയുടെ മഹിമ പാടുന്നത്? മറ്റുള്ളവരെയും നിശ്ചയബുദ്ധി ഉള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഉയർന്നതിലും ഉയർന്നവനായിരിക്കുന്ന ആ ഭഗവാന്റെ മഹിമ പാടിക്കൊണ്ടേയിരിക്കണം. കാരണം മറ്റു ആത്മാക്കൾക്കും പരമാത്മാവിൽ നിശ്ചയബുദ്ധി ഉണ്ടാക്കണം. ബാബ് ഹേഹി സ്വർഗ സ്ഥാപൻ കർണേ വാല അഥവാ ഹെവൻലി ഗോഡ് ഫാദർ. ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണ്, അതായത് ഹെവൻലി ഗോഡ് ഫാദർ ആണ് ബാബ. വഹി തും ബച്ചോക്കോ പഠാത്തെ ഹി. അല്ലെ? ബാബയാണ് വന്ന് നമ്മൾ കുട്ടികൾക്ക്, അല്ലെ, കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ബാബ സ്വർഗ സ്ഥാപകനാണ്, അല്ലെ? സ്വർഗ സ്ഥാപകനായ ഗോഡ് ഫാദർ ആണ്. അപ്പൊ ബാബ വന്നിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഹെവൻലി ഗോഡ് ഫാദർ മാന ഹെവൻ സ്ഥാപൻ കർണേ വാല. അല്ലെ? സ്വർഗം ഹെവൻലി ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം സ്ഥാപിക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലെ? അവരെ പറയും സ്വർഗസ്ഥനായ പിതാവേ. ബാബ പറയണ സ്വർഗം സ്ഥാപിക്കുന്ന പിതാവാണ്, അല്ലെ? അതുകൊണ്ടാണ് ഹെവൻലി ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത്. ബരോബർ ഹെവൻ സ്ഥാപൻ കർത്തെ ഹെ ഫിർ ഹെവൻ കാ മാലിക് ഹെ ശ്രീകൃഷ്ണ. ബാബ വന്നിട്ട് ഹെവൻ സ്ഥാപിക്കുന്നു, സ്വർഗം സ്ഥാപിക്കുന്നു. പക്ഷെ സ്വർഗത്തിന്റെ അധികാരി ആരാണ്? സ്വർഗത്തിന്റെ അധികാരിയാണ് ശ്രീകൃഷ്ണൻ. ഏ ഹോഗയ ഹെവൻ രചനേ വാല. ശിവബ് ആരാണ്? സ്വർഗം രചിക്കുന്നവനാണ്. തോ വോ ഹോഗയ ഹെവൻ കാ പ്രിൻസ്. പക്ഷെ ശ്രീകൃഷ്ണൻ ആരാണ്? സ്വർഗത്തിലെ രാജകുമാരനാണ്. രചയിത തോ ഏക് ബാബ ഹി. രചയിതാവ് ഒരേ ഒരു ബാബ മാത്രമാണ്. ഹെവൻലി പ്രിൻസ് ബന്നാഹി. ഇവിടെ നമുക്ക് ആരാകണം? സ്വർഗത്തിലെ രാജകുമാരനായിട്ട് മാറണം. സിർഫ് ഏകത്വ നഹി ഹോഗ ആട്ട് ഡിനൈസ്റ്റി ഇനി ജാതി. ബാബ പറയാണ്, കുട്ടികളെ, സ്വർഗത്തിന്റെ രചയിതാവ് ഒരേ ഒരു ബാബ മാത്രമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗത്തിലെ രാജകുമാരനായിട്ട് മാറുന്നു. ഒരു രാജകുമാരൻ മാത്രമല്ല ഉള്ളത്, ശ്രീകൃഷ്ണൻ ഒരാളല്ല ഉള്ളത്, അല്ലെ? 8 തലമുറയില് 8 ശ്രീകൃഷ്ണൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് 8 ശ്രീകൃഷ്ണനുണ്ട്. तो बाबा हेवन का रचयिता है, हम उस बाबा से कल्प कल्प वर्षा लेते हैं. അപ്പൊ നമ്മള് ബാബയുടെ അടുക്കൽ നിന്ന് സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്, അല്ലെ? ബാബ സ്വർഗത്തിന്റെ സ്ഥാപനം ചെയ്യാണ്, അല്ലെ? ആ സൂര്യവംശത്തില് ആദ്യം 8 തലമുറയാണ്. 8 തലമുറയിലും എന്താണ്? സൂര്യനാരായണന്റെ വംശമാണ്, അല്ലെ? അതായത് ശ്രീകൃഷ്ണൻ അവിടെ 8 തലമുറയിലും വരുന്നു. പ്രഥമ രാജകുമാരൻ ശ്രീകൃഷ്ണനാണെങ്കിലും ഓരോ തലമുറയിലും എന്താണ്? 8 തലമുറകളിലും 8 ശ്രീകൃഷ്ണൻ ഉണ്ടാകുന്നുണ്ട്, അതായത് 8 നാരായണൻ ഉണ്ടാകുന്നുണ്ട്. तो ये निश्चय है कि बाबा से वर्षा ले रही. നമ്മൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, നമ്മൾ നമ്മുടെ അച്ഛനിൽ നിന്നും, ആത്മീയ അച്ഛനിൽ നിന്നും സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഹെവൻ കാ രചയിതാ ഹെ. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. ഹം ഉസ് ബാബ സെ കൽപ്പ കൽപ്പ വർഷ ലേത്തെ ഹെ. അല്ലെ? ബാബയിൽ നിന്ന് നമ്മള് കൽപ്പം സ്വത്ത് നേടുന്ന കുട്ടികളാണ്. 84 ജന്മം പൂരെ ഹോത്തെ ഹെ, ആധാ കൽപ്പ സുഖ ആധാ കൽപ്പ ദുഃഖ. 84 ജന്മം ഇവിടെ പൂർത്തിയാക്കാണ്. അരകൽപ്പകാലം സുഖം, അരകൽപ്പകാലം ദുഃഖം. ആധാ കൽപ്പ് രാമരാജ്, ആധാ കൽപ്പ് രാവൺ രാജ്. അരകൽപ്പകാലം രാമരാജ്യം, അരകൽപ്പകാലം രാവണ രാജ്യം. तो अब हम फिर से श्रीमत पर चलकर स्वर्ग के मालिक बन रही. ഈ സമയത്ത് നമ്മൾ കുട്ടികൾ ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് സ്വർഗത്തിന്റെ അധികാരികളായിട്ട് മാറുകയാണ്, അല്ലെ? അപ്പൊ ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് നമ്മൾ സ്വർഗരാജ്യത്തിന്റെ ചക്രവർത്തി പദവി കരസ്ഥമാക്കുകയാണ്. ഏ ഭൂലിനേക്ക് ബാത്ത് നഹി. ഇത് മറക്കാൻ പാടില്ല.
കാരണം ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിന്റെ അധികാരിയാക്കാൻ കഴിയുന്നത് അല്ലെ. കുട്ടികൾ ഈ കാര്യം മറക്കരുത്. അന്തർമേ ബടി ഖുഷി ഹോനിച്ചായി, കുട്ടികളുടെ ഉള്ളില് അത്രയും സന്തോഷം ഉണ്ടായിരിക്കണം. ആത്മാക്കോ അന്തർ ഖുഷി ഹോത്തിക്ക്, ആത്മാവിന് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടാകും. ആത്മാക്ക ദുഃഖ സുഖ ശക്കൽ പർ ആത്താഹി, ആത്മാവിന് ദുഃഖം ഉണ്ടെങ്കിലും സുഖം ഉണ്ടെങ്കിലും മുഖത്ത് കാണാൻ സാധിക്കും. ദേവതാവുക്ക് ശക്കൽ ഇത്തിനി ഹർഷിത മുഖേ, ദേവതകളുടെ മുഖം എത്ര ഹർഷിത മുഖമാണ്. ജാനത്തെ ഹേ വോ സ്വർഗയ്ക്ക് മാലിക്, കാരണം അവർക്കറിയാം ദേവി ദേവതകൾ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. സംജാനയ്ക്ക് ലിയേ ബാബ ബോർഡ് ആദി ബൻവാ രഹേ ഹി, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ബാബ ബോർഡുകളെല്ലാം നിർമ്മിക്കുന്നത് അല്ലെ, കുട്ടികളെ കൊണ്ട് ബോർഡുകൾ നിർമ്മിപ്പിക്കുന്നത്. ഹെവൻലി ഗോഡ് ഫാദർ की महिमा ही अलग है, ഹെവൻലി പ്രിൻസ് की महिमा अलग है. ഹെവൻലി ഗോഡ് ഫാദറിന്റെ മഹിമ വേറെയാണ്, ഹെവൻലി പ്രിൻസിന്റെ മഹിമ വേറെയാണ്. സ്വർഗത്തിലെ രാജകുമാരന്റെ മഹിമ വേറെയാണ്, സ്വർഗ സ്ഥാപകനായ പരമാത്മാവിന്റെ മഹിമ വേറെയാണ് അല്ലെ, ശ്രീകൃഷ്ണന്റെ മഹിമ വേറെയാണ്. तो ये രചയിത और രചന, ശിവബാബ രചയിതാവാണ്, ശ്രീകൃഷ്ണൻ രചനയാണ്. तुम बच्चों को समझाने के लिए बाबा युक्ति से लिखते रहते, നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ബാബ വളരെ യുക്തിയോട് കൂടിയിട്ട് എഴുതുകയാണ്. तो मनुष्यों को अच्छी रीति समझ में आई, ബാബ കുട്ടികൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത് അല്ലെ, അതായത് മനുഷ്യർക്ക് നല്ല പോലെ അത് മനസ്സിലാക്കുവാൻ സാധിക്കണം. तो तुम बच्चों को समझाने के लिए बाबा युक्ति लिखते रहते, तो जिनको परमपिता परमात्मा कहते हैं वही पतित पावन है. ആരെയാണോ പരമപിത പരമാത്മാവ് എന്ന് വിളിക്കുന്നത്, പരമപിത പരമാത്മാവാണ് പതിത പാവനൻ. വോ ബേഹദക്ക രചയിതാഹി അല്ലെ, പരമപിത പരമാത്മാവ് ആരാണ്? പരിധികളില്ലാത്ത രചയിതാവ് കൂടിയാണ് അല്ലെ. പരമപിത പരമാത്മാവ് പരിധികളില്ലാത്ത രചയിതാവാണ്. രചയെങ്കിൽ ബി ജരൂർ സ്വർഗ, തീർച്ചയായിട്ടും ഭഗവാൻ രചിക്കുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും സ്വർഗമായിരിക്കും. സത്യയുഗ ത്രേതാക്കോ മനുഷ്യർ സ്വർഗ കഹത്തെ ഹി, സത്യയുഗം ത്രേതായുഗത്തിനെ മനുഷ്യർ സ്വർഗം എന്നാണ് വിളിക്കുന്നത്. സ്വർഗ ഓർ നരക ആദാ ആദാ ഹോ ജാതാ ഹെ, സ്വർഗവും നരകവും പകുതി പകുതിയാണ്. സൃഷ്ടി ബി ബരോബർ ആദാ ആദാ ഹെ നയി ഓർ പുരാണി, ഈ സൃഷ്ടിയും അങ്ങനെ തന്നെയാണ് അല്ലെ, പകുതി പകുതിയാണ് ഈ സൃഷ്ടി അല്ലെ, പകുതി പകുതിയാണ് ഈ സൃഷ്ടി അല്ലെ, പകുതി സ്വർഗം പകുതി നരകം അല്ലെ. അപ്പൊ അങ്ങനെ പകുതി പകുതി, പകുതി പുതിയത് പകുതി പഴയത്. तो उस जड़ जाड़ की आयु कोई ഫിക്സ് नहीं होती है. ബാബ പറയാണ്, അതായത് ഈ സാധാരണ വൃക്ഷങ്ങൾ ഉണ്ടല്ലോ, എത്ര വലിയ വടവൃക്ഷങ്ങളാണെങ്കിലും സാധാരണ വൃക്ഷങ്ങളുടെ ആയുസ്, ഓരോ വൃക്ഷത്തിന് ഇത്ര ആയുസ് ഉണ്ട് എന്ന് ഫിക്സഡ് ആയിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ പ്രപഞ്ച വൃക്ഷം, ഈ സംസാര വൃക്ഷം, ഇതിന് അല്ലെ, ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷം, ഈ വൃക്ഷത്തിന് ആയുസ് എന്ന് പറയുന്നത് 5000 വർഷത്തിന്റെ ആയുസ്സാണ്. അപ്പൊ ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ പ്രപഞ്ച വൃക്ഷത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 5000 വർഷത്തിന്റെ ആയുസ്സാണെന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. പൂരി ആക്യുറേറ്റ്, ബാബ പറയണ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ആയുസ് പൂർണ്ണമായിട്ടും ആക്യുറേറ്റ് ആണ്. ബാക്കി സാധാരണ വൃക്ഷത്തിന്റെ ആയുസ് ഒന്നും ഫിക്സഡ് അല്ല. ഏസെ ഓർ കൊയ്ക്ക് ഹോതി, ബാബ പറയാണ് മറ്റൊരു വൃക്ഷങ്ങൾക്കും അങ്ങനെ കൃത്യമായ ആയുസ് പറയുവാൻ സാധ്യമല്ല. ഏക് സെക്കൻഡ് കാബി ഫറക്ക് നഹി പട് സക്ത, ബാബ പറയാണ് ഇവിടെ ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസം ഉണ്ടാവുകയേ ഇല്ല. വെറൈറ്റി ജാഡഹി, വെറൈറ്റി ധർമ്മത്തിന്റെ വൃക്ഷമാണിത് അല്ലെ. ഈ വൃക്ഷത്തിന്റെ സ്ഥാപനം നടക്കുന്നതും കൃത്യസമയത്തായിരിക്കും അല്ലെ, ഈ വൃക്ഷത്തിലെ സത്യയുഗം പിറക്കുന്നതും കൃത്യസമയത്തായിരിക്കും അല്ലെ, ദ്വാപരയുഗത്തിൽ ഓരോ മതങ്ങൾ വരുന്നതും കൃത്യസമയത്തായിരിക്കും. അവിടെയൊന്നും ഇതില് സമയ വ്യത്യാസം ഒരിക്കലും ഉണ്ടാവുകയില്ല. ആക്യുറേറ്റ് ബനായ ഡ്രാമ, ഈ ഡ്രാമ, ഈ സൃഷ്ടി വൃക്ഷം കൃത്യമായി നിർമ്മിച്ചതും നിർമ്മിക്കപ്പെട്ടതുമാണ്. ये 4 ഭാഗ് ബാണ്ടാ ജാത്ത, അപ്പോ ഈ പ്രപഞ്ച വൃക്ഷത്തെ അല്ലെങ്കിൽ ഈ കാലചക്രത്തെ കൃത്യം 4ആയിട്ട് പകർത്തിരിക്കുകയാണ്. ജഗന്നാഥപുരി മേ ഹാണ്ട ചടാത്തെ ഹി ചാവൽ കാ,
അല്ലെ? ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ എന്താണ് ചോറിന്റെ നിവേദ്യമാണ് നിർമ്മിക്കുന്നത്. ആ ചോറിന്റെ നിവേദ്യം ഉണ്ടാക്കിയിട്ട് അതിനെ 4ആയിട്ട് പകുത്തിരിക്കുകയാണ് ചെയ്തത്. तो ये सृष्टि भी 4 भागों में बांटी हुई है. ബാബ പറയാണ് അതേപോലെ ഈ സൃഷ്ടിയും 4 ഭാഗങ്ങളായിട്ടാണ് അല്ലെ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എങ്ങനെ? ജഗന്നാഥപുരിയില് അല്ലെ ബാബ പറയുന്നത് ജഗന്നാഥപുരിയില് നിവേദ്യം ഉണ്ടാക്കിയിട്ട് ചോറിന്റെ നിവേദ്യം, ആ നിവേദ്യം ഉണ്ടാക്കിയിട്ട് 4ആയിട്ട് ആ പകുത്തത് എന്തുകൊണ്ടാണ്? കാലചക്രത്തെയും നമ്മൾ 4ആയിട്ട് കൃത്യം പകുത്താണ്. 4 യുഗങ്ങള് കൃത്യം 4 ഭാഗമാണ് അല്ലെ? 5000 വർഷത്തിന്റെ നാടകത്തില് എന്താണ് 1250 വർഷം സത്യയുഗം, 1250 വർഷം ത്രേതായുഗം, 1250 വർഷം ദ്വാപരയുഗം, 1250 വർഷം കലിയുഗം അല്ലെ? ആ കലിയുഗത്തിന്റെ അന്ത്യത്തില് കലിയുഗത്തിൽ നിന്നാണ് 100 വർഷം സംഗമയുഗം. സത്യയുഗത്തിന്റെ 100 വർഷമല്ല, കലിയുഗത്തിന്റെ 100 വർഷമാണ് സംഗമയുഗം അല്ലെ? കലിയുഗ അന്ത്യത്തില്. അപ്പൊ അത് എല്ലാവർക്കും കലിയുഗം തന്നെ, നമുക്ക് മാത്രം സംഗമയുഗം. അപ്പൊ കൃത്യമായിട്ടാണ് പകുത്തിരിക്കുന്നത്. ഏക് സെക്കൻഡ് ബി കം ജാസ്തി നഹീ ഹോ സക്താ. ബാബ പറയാണ് 1 സെക്കൻഡ് പോലും കൂടുമില്ല കുറയുമില്ല. 1250 വർഷം എന്ന് പറഞ്ഞാൽ 1250 വർഷം. 1 സെക്കൻഡ് പോലും കൂടുന്നില്ല കുറയുന്നില്ല. തും ജാനത്തെ ഹോ ബാബാനെ 5000 വർഷം പഹലെ ഭി സമझाया था. കുട്ടികൾക്ക് അറിയാം ബാബ 5000 വർഷം മുമ്പും നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഹുബഹു വൈസേ ഹി സമझा रहे हैं. അതേപോലെ ബാബ വീണ്ടും നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയ ഹേ 5000 വർഷ ബാദ് फिर हेवनली गॉडफादर स्वर्ग की स्थापन करने वाला हमको स्वर्ग की बादशाही प्राप्त कराने के लिए लायक बना रहे हैं. നമ്മൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട് 5000 വർഷത്തിന് ശേഷം ഹെവൻലി ഗോഡ്ഫാദർ സ്വർഗം സ്ഥാപിക്കുന്നവൻ അല്ലെ? സ്വർഗം സ്ഥാപിക്കുന്നവനായ ഹെവൻലി ഗോഡ്ഫാദർ അല്ലെ നമുക്ക് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കി തരുവാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ? ബാബ സംഗമയുഗത്തിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? സ്വർഗത്തിനെ സ്ഥാപിക്കുകയാണ്. അപ്പൊ സ്വർഗം സ്ഥാപിക്കുക മാത്രമല്ല, സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കാൻ നമ്മൾ കുട്ടികളെ ബാബ യോഗ്യരാക്കി മാറ്റുകയാണ്. അങ്ങനെ യോഗ്യരാക്കി മാറ്റാൻ വേണ്ടിയാണ് ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ ലായക് ബനാത്തെ ഹേ. ബാബ നമ്മളെ ഏറ്റവും യോഗ്യരാക്കി മാറ്റുകയാണ്. രാവൺ നാലായക് ബനാത്തെ ഹേ. രാവണൻ വന്നിട്ട് നമ്മളെ ഒരു യോഗ്യതയും ഇല്ലാത്തവരാക്കി മാറ്റുകയാണ്. പക്ഷേ അല്ലെ ബാബ വന്നിട്ട് നമ്മളെ എല്ലാ യോഗ്യതയും ഉള്ളവരാക്കി മാറ്റുകയാണ്. ഭാരത് കൗഡി ജേസ ബൻ പടാഹി. ബാബ മനസ്സിലാക്കി തരികയാണ് ഈ ഭാരതം കക്കയ്ക്ക് സമാനമായിട്ട് മാറിയിരിക്കുന്നു. ബാബ ऐसा हमें लायक बनाते हैं जो भारत हीरे जैसा बन जाता है. അല്ലെ? ഈ ഭാരതം കക്കയ്ക്ക് സമാനം അല്ലെ? കടലോരത്ത് കിടക്കുന്ന കക്കയ്ക്ക് സമാനം ഒരു മൂല്യവും ഇല്ലാത്തതായിട്ട് മാറി. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികളെ അത്രയും യോഗ്യരാക്കി മാറ്റുകയാണ്. ജോ ഭാരത് ഹീരെ ജൈസ ബൻ ജാത്താ ഹേ. അല്ലെ? ഭാരതത്തിനെ വജ്ര സമാനമാക്കി മാറ്റുകയാണ്. നമ്പർ വാർ മർത്തബാത്തോ ഹോത്തെ ഹി. നമ്പർ വാർ പദവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ബാബ ऐसा हमें लायक बनाते हैं जो भारत हीरे जैसा बन जाता है. ബാബ നമ്മൾ കുട്ടികളെ അത്രയും യോഗ്യരാക്കി മാറ്റുകയാണ്. അതായത് ഈ ഭാരതം തന്നെ വജ്ര സമാനമായി മാറുന്നു. തോ നമ്പർ വാർ മർത്തബേ തോ ഹോത്തെ ഹി. ബാബ പറയാണ് നമ്പർ വാർ ആയിട്ടുള്ള പദവി തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ഹരേക്ക അപ്ന അപ്ന കർമ്മബന്ധൻ കാ ഹിസാബ് കിതാബ് ഹെ. ബാബ മനസ്സിലാക്കി തരികയാണ് ഓരോ കുട്ടികൾക്കും അവരവരുടെ കർമ്മബന്ധനങ്ങളുടെ കണക്കുകളുണ്ട്. നമുക്ക് ഓരോ കുട്ടികൾക്ക് എന്തുണ്ട്? അവരവരുടെ കർമ്മബന്ധനങ്ങളുടെ കണക്കുണ്ട്. ഹരേക്ക അപ്ന അപ്ന കർമ്മബന്ധൻ കാ ഹിസാബ് കിതാബ് ഹെ. तो कोई पूछते हैं बाबा हम बारिश बनेंगे वा प्रजा. അല്ലെ? ചില കുട്ടികൾ ചോദിക്കും ബാബ ഞങ്ങള് ബാബയുടെ അവകാശി കുട്ടികളാകോ അതോ ഞങ്ങൾ പ്രജയായിട്ട് മാറൂ, എങ്ങനെയാണ് ബാബ എന്ന് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ബാബ कहते हैं अपना കർമ്മബന്ധൻ देखो. ബാബ എന്താ പറയാ? കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ കർമ്മബന്ധനങ്ങളെ നോക്കൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്വയത്തിനെ വിലയിരുത്താൻ പറ്റും.
സ്വന്തം പുരുഷാർത്ഥത്തെ നോക്കൂ, സ്വന്തം കർമ്മബന്ധനങ്ങളെ നോക്കൂ, അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങള് അല്ലെ രാജാവാകോ പ്രജയാകോ ആരാകും എന്നുള്ളത്. तो कर्म अकर्म विकर्म की गति बाबी समझाते हैं. കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗതി ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ ഹമേശ कहते हैं अलग अलग राय पूछो अपने लिए. അല്ലെ ബാബ എല്ലായ്പ്പോഴും നമ്മൾ കുട്ടികളോട് പറയാണ്, കുട്ടികളെ വ്യത്യസ്തമായ അല്ലെ വ്യത്യസ്തമായ എന്താണ് നിർദ്ദേശങ്ങള് അവരവർക്ക് വേണ്ടി ചോദിക്കും. ബാബ ബത്തായികെ തുമാരെ ഹിസാബ് കിതാബ് കിസ് പ്രകാർ കെ. ബാബ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളോട് പറയും നമ്മളുടെ കർമ്മ കണക്കുകൾ എപ്രകാരമുള്ളതാണ്. തും ക്യാ പദ് പാ സക്തി ഹോ. ഓരോ കുട്ടിക്കും ഏത് പദവി നേടിയെടുക്കാൻ പറ്റും, നിങ്ങളുടെ കർമ്മക്കണക്കുകൾ എപ്രകാരമുള്ളതാണ് എന്ന് ബാബയ്ക്ക് പറയാൻ പറ്റും. സാരി രാജധാനി സ്ഥാപനം ഹോരഹി. ഈ സമയത്ത് മുഴുവൻ രാജധാനിയും സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏക് ബാബ് ഹി കിങ്ഡം സ്ഥാപന കർത്തെ ഹി. ഒരേ ഒരു ബാബയാണ് ഇവിടെ രാജധാനിയുടെ സ്ഥാപനം ചെയ്യുന്നത്. ബാക്കി സബ് അപ്ന അപ്ന ധർമ്മ സ്ഥാപന കർത്തെ. ബാക്കി എല്ലാവരും അവരവരുടെ ധർമ്മസ്ഥാപനം ചെയ്യുകയാണ്. ബാക്കിയുമുള്ള മതങ്ങളെല്ലാം വന്നിട്ട് അവരവരുടെ ധർമ്മസ്ഥാപനം ചെയ്തു. രാജധാനി സ്ഥാപിക്കുന്നത് ബാബയാണ്. സത്യയുഗമേ ലക്ഷ്മി നാരായൺ കാ രാജധാന. സത്യയുഗത്തില് ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നു. ഉനോക്കി പ്രലബ്ധ സോബി നമ്പർ വാർ. ബാബ പറയാണ്, ശരിക്കും അവർക്ക് ലഭിക്കുന്ന രാജ്യഭാഗ്യം എന്ന് പറയുന്നത് അല്ലെ സത്യത്തിലെ ലക്ഷ്മി നാരായണന് ലഭിക്കുന്ന രാജ്യഭാഗ്യം അല്ലെ നമ്പർ വാറാണ്. ഉനോനെ പ്രലബ്ധ കെസെപ്പായി. അവരെങ്ങനെയാണ് ഈശ്വരീയ പ്രാപ്തികൾ നേടിയത്, ചക്രവർത്തി പദവി നേടിയത്, കരസ്ഥമാക്കിയത്? തോ അഭി തും ദേഖ് രഹേ ഹോ. അത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സംഗമയുഗത്തിലെ പുരുഷാർത്ഥമാണ് നമ്മളെ ഉയർത്തുന്നത്. ബാബ് കഹത്തെ ഹേ മേ കൽപ്പ് കൽപ്പ് കൽപ്പക്കെ സംഗം യുഗ് പർ ആതാ. ബാബ പറയാണ്, കുട്ടികളെ ഞാൻ കൽപ്പകൽപ്പം കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ ഈ സൃഷ്ടിയിലേക്ക് വരികയാണ്. അല്ലെ? അപ്പൊ ബാബ കൽപ്പത്തിന്റെ സംഗമയുഗത്തിലാണ് വരുന്നത്. അനേക ഏസെ കൽപ്പക്കെ സംഗം ബീത്തെ ബീതത്തെ ചലേക്കെ. ബാബ പറയാണ്, ഇങ്ങനെ അനേക അനേക കൽപ്പത്തിന്റെ സംഗമയുഗം കടന്നു പോയിട്ടുണ്ട്. തോ ഉസ്കാ കോയി അന്ത് നഹി. ബാബ പറയാണ്, അതിനൊരു അന്ത്യവുമില്ല. ബുദ്ധി ഭി കഹതി ഹേ कि പതിത പാവൻ ആ പായെങ്കേ ഹി സംഗം പർ. നമ്മുടെ ബുദ്ധി പറയുന്നത് എന്താണ്? പതിത പാവന അങ്ങ് സൃഷ്ടിയിലേക്ക് വരുന്നത് സംഗമയുഗത്തിലാണ്. ജബ്കി പതിത രാജ്യക്ക വിനാശ് കരായി പാവൻ രാജ്യക്ക് സ്ഥാപന കർത്തി. പതിതമായ രാജ്യത്തിന്റെ വിനാശം ചെയ്യിപ്പിച്ച് പാവനമായ രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യേണ്ടുന്ന സമയത്താണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്. ഈ സംഘം കി മഹിമാഹേ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, മക്കളെ ഈ സംഗമ യുഗത്തിനാണ് ഏറ്റവും കൂടുതൽ മഹിമയുള്ളത്. സത്യയുഗ ത്രേതാക്കെ സംഗം പർ കുച്ച് ഹോത്താ നഹി. സത്യയുഗം ത്രേതായുഗത്തിന്റെ സംഗമയുഗത്തിൽ മറ്റൊന്നുമില്ല. അതായത് ദ്വാപര അല്ലെ ഇത് കലിയുഗത്തിന്റെ സത്യയുഗത്തിന്റെ സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്. അല്ലാതെ അല്ലെ ബാബ എപ്പോൾ വരുന്നില്ല? സത്യയുഗത്തിന്റെ ത്രേതായുഗത്തിന്റെ സംഗമത്തിലെ ബാബ വരുന്നില്ല. तो अनेक ऐसे कल्प के संगम बीते बीते चलेंगे. അങ്ങനെ അനേക കൽപ്പത്തിന്റെ സംഗമങ്ങൾ ഇവിടെ കടന്നുപോയി കഴിഞ്ഞു. പരന്തു പോയി അന്തനഹി. ഓരോ കൽപ്പത്തിന്റെ സംഗമത്തിലും ബാബ വരും. പക്ഷെ ഇതിങ്ങനെ അല്ലെ കറങ്ങിക്കൊണ്ടേയിരിക്കാം. ഈ കാലചക്രം തുടർച്ചയായി അനസ്യൂതം കടന്ന് അല്ലെ എന്താണ് ചാക്രീകമായി അനസ്യൂതം ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കത്തിന് ഒരു അന്ത്യമുണ്ടോ? ഈ കറക്കം എന്തെങ്കിലും നിലയ്ക്കുമോ? ഇത് നിലയ്ക്കാത്ത പ്രവാഹം പോലെ ഇത് എന്ത് ചെയ്യാണ്? അനസ്യൂതം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയാണ്, ഇതിങ്ങനെ ഒരിക്കലും നിൽക്കുന്നില്ല, ഇതിനൊരു അന്ത്യമില്ല. ബുദ്ധിബി കഹതി ഹേ പതിത പാവൻ പായെങ്കേ ഈ സംഗം പർ. നമ്മുടെ ബുദ്ധി നമ്മളോട് പറയാണ് അല്ലെ പതിത പാവനായ ബാബ വരുന്നത് സംഗമയുഗത്തിലാണ്. ജബ്കി പതിത രാജ്യ വിനാശകരായി പാവൻ രാജ്യക്ക് സ്ഥാപന കർത്തി. പതീതമായ രാജ്യത്തിന്റെ വിനാശം ചെയ്യിപ്പിച്ച് പാവനമായ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഈ സംഗം കി ഹി മഹിമാഹേ. ഈ സംഗമ യുഗത്തിനാണ് മഹിമയുള്ളത്. സത്യ ത്രേതാക്കെ സംഗം പർ കുച്ച് ഹോത്താ നഹി ഹി. തോ രാജായിക്ക് ട്രാൻസ്ഫർ ഹോത്തി ഹി. ബാബ പറയാണ്, സത്യയുഗം ത്രേതായുഗത്തിന്റെ സംഗമത്തില്
രാജ്യഭാഗ്യത്തിന്റെ ട്രാൻസ്ഫറുകളാണ് നടക്കുന്നത്. അതായത് സത്യത്തിലെ സൂര്യവംശത്തിന്റെ രാജ്യം എന്താകുന്നു, പിന്നെ ചന്ദ്രവംശത്തിന്റെ രാജ്യമായിട്ട് ട്രാൻസ്ഫർ ആകും. ലക്ഷ്മി നാരായൺ കാ രാജ്യ ബദൽ രാം സീതാ കാ രാജ്യ ഹോത്താ ഹൈ. ലക്ഷ്മി നാരായണന്റെ രാജ്യം പരിവർത്തനമായിട്ട് രാമന്റെയും സീതയുടെയും രാജ്യം ഇവിടെ ഉണ്ടാവുകയാണ്. തോ ബസ് യഹാ തോ കിത്നാ ഹംഗാമ ഹോത്താ ഹൈ. ബാബ പറയാണ്, ഇവിടെ എന്തെല്ലാം ബഹളങ്ങളാണ് നടക്കുന്നത്. കഹത്തെ ഹേ അബ് തോ സാരി പതി ദുനിയ ഖതം ഹോനെ വാലി. ഈ പതീതമായ ലോകത്തിൽ ധാരാളം ബഹളങ്ങളും കലഹങ്ങളും നടക്കും. കാരണം പതീതമായ ലോകം സമാപ്തമാകാൻ പോവാണ്. സബ്കോ ജാനാ ഹേ, എല്ലാവർക്കും ഈ പതിതമായ ലോകം സമാപ്തമാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകണം. ബാബ കഹത്തെ ഹേ മേ സബ്കാ ഗൈഡ് ബൻതാ ഹൂം. ബാബ പറയാണ്, കുട്ടികളെ ഞാൻ എല്ലാവരുടെയും ഗൈഡായിട്ട് മാറുകയാണ്. ദുഃഖോ സേ ലിബറേറ്റ് കർ സദൈവ കെ ലിയേ ശാന്തിധാം സുഖധാമേ ലേ ജാതാ ഹൂം. ദുഃഖത്തിൽ നിന്നും കുട്ടികളെ വിമോചിതരാക്കി സദാകാലത്തേക്ക് ശാന്തിധാമം സുഖധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തും ജാൻതേ ഹോ ഹം സുഖധാം മേ ജായേംഗെ. കുട്ടികൾക്ക് അറിയാമോ നമ്മൾ സുഖധാമത്തിലേക്ക് പോകും. ബാക്കി സബ് ശാന്തിധാം മേ ജായേംഗെ. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ഈ സമയം മനുഷ്യ കഹത്തെ ഭി ഹേ മൻകോ ശാന്തി കേസെ മിലെ. ഈ സമയത്ത് മനുഷ്യര് പറയുന്നുണ്ട് അല്ലെ, എങ്ങനെ മനസ്സിന് ശാന്തി ലഭിക്കും. തോ ഏസെ കഭി നഹി കഹേംഗെ സുഖ് മിലെ. അല്ലെ, ആരെങ്കിലും പറയോ എങ്ങനെ അല്ലെ സുഖം ലഭിക്കും? എങ്ങനെ സുഖം ലഭിക്കുന്ന ആരും ചോദിക്കുന്നില്ല. എങ്ങനെ മനസ്സിന് ഇത്തിരി ശാന്തി ലഭിക്കും? മനസ്സിന് ശാന്തി വേണം എന്നാ എല്ലാവരും ചോദിക്കുന്നേ. സുഖം വേണമെന്ന് ആരും ചോദിക്കാറില്ല. അല്ലെ, ശാന്തിയാണ് ഏറ്റവും ആവശ്യം. ശാന്തി ഉണ്ടായിട്ട് വേണ്ടേ പിന്നെ സുഖം ഉണ്ടാവാൻ. അല്ലെ, ശാന്തി വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. सबको जाना है, बाबा कहते हैं मैं सबका गाइड बनता हूँ. दुख से लिबरेट कर सदैव के लिए शांतिधाम सुखधाम में ले जाता हूँ. तो ऐसे कभी नहीं कहेंगे सुख मिले. ശാന്തി के लिए भी कहते हैं सब शांति में ही जाने वाले. അല്ലെ, ശാന്തിയെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ, എല്ലാവരും ശാന്തിയുടെ ലോകത്തിലേക്കാണ് പോകാൻ പോകുന്നത്, ശാന്തിയിലേക്കാണ് പോകാൻ പോകുന്നത്. फिर अपने अपने धर्म में आने वाले हैं. ശാന്തിയുടെ ലോകത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തിലേക്ക് മടങ്ങി വരുന്നു. तो धर्म की वृद्धि तो होनी ही है. തീർച്ചയായിട്ടും ധർമ്മത്തിന്റെ വൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. ആധാ കൽപ ഹേ സൂര്യവംശി ചന്ദ്രവംശി രാജധാനി. ബാബ പറയാണ്, അരക്കൽപ്പകാലം സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയാണ്. ഫിർ ഓർ ധർമ്മ ഹോത്തെ ഹി. പിന്നീടാണ് മറ്റു ധർമ്മങ്ങൾ ഇവിടെ വരുന്നത്. तो अभी आदि सनातन देवी देवता धर्म का कोई है नहीं. ഈ സമയത്ത് ആദി സനാതന ദേവി ദേവത ധർമ്മത്തിൽപ്പെട്ടവർ ആരും തന്നെ ഇല്ല. എന്നുവെച്ചാല് ദേവതകൾ ഇവിടെ ആരും തന്നെ ഇല്ല. ധർമ്മഹി പ്രായലോപ് ഹോകയാണ്. അല്ലെ, ദേവതകളും ഇവിടെ ഇല്ലാതായി. പിന്നെന്താണ് അല്ലെ, ആ ധർമ്മവും ഇവിടെ അല്ലെ ലോപിച്ചു പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറഞ്ഞു പോയി. ഫിർ സ്ഥാപന ഹോത്തി ഹെ. വീണ്ടും സ്ഥാപനം നടക്കുകയാണ്. സാപ്ലിംഗ് ലഹരഹി ഹെ. ഇവിടെ വീണ്ടും ആദിസനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സാപ്ലിംഗ് അല്ലെ നടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടർഫുൾ ആണ്. तो ये भी अपने को ദേവി ദേവതാ ധർമ്മ കാ നഹി കഹെങ്കെ. അല്ലെ, ഇവിടെ ആർക്കും തന്നെ സ്വയത്തിനെ ഞങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. ബാബ് സംജാത്തെ ഹെ ജബ് ऐसी हालत होती है तब मैं आता हूं. ബാബ മനസ്സിലാക്കി തരികയാണ്, എപ്പോഴാണോ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോഴാണ്. എന്നുവെച്ചാല് ദേവി ദേവത ധർമ്മമൊക്കെ മറഞ്ഞുപോയി. ദേവതകള് എല്ലാം അല്ലെ, ദേവതകളും ഈ ധർമ്മത്തിൽ ഇല്ല. അല്ലെ, ദേവതാ ധർമ്മവും ജീർണിച്ചു പോയി. ആ സമയത്താണ് ബാബ സൃഷ്ടിയിലേക്ക് വരുന്നത്. अब तुम बच्चों को ये सब शास्त्रों का राज समझाता हूं. ബാബ വന്നിട്ട് ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് സർവശാസ്ത്രങ്ങളുടെയും രഹസ്യം മനസ്സിലാക്കി തരികയാണ്. अब तुम जज करो कौन राइट है. അല്ലെ, ഇപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യണം ആരാണ് ശരി. രാവൺ ഹേഹി റോങ് മത്ത് ദേനേവാല. രാവണൻ ആരാണ്? അല്ലെ, തെറ്റായിട്ടുള്ള മാർഗദർശനം നൽകുന്ന ആളാണ്. അൺറൈറ്റിയസ് കഹ ജാത്താ ഹെ. അതുകൊണ്ട് രാവണന്റെ രാജ്യം അസത്യത്തിന്റെ രാജ്യമാണ്. അസത്യം എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. ബാബ് ഹേഹി റൈറ്റിയസ്. ബാബ സത്യമാണ്. സച്ച ബാബ സച്ച് ഹി ബത്തായേഹി.
സത്യമായ ബാബ നമ്മളോട് സത്യം മാത്രമേ പറയുന്നുള്ളൂ. ഇസ്ലിയെ അൺറൈറ്റിയസ് കഹ ജാത്ത ഹെ. അതുകൊണ്ടാണ് സച്ച് കണ്ട് കെലിയെ സച്ചാ ഗ്യാൻ ദേത്തെ ഹെ. ബാബ വന്നിട്ട് സത്യം മാത്രം നമ്മളോട് പറയുന്നു അല്ലെ. ബാബ സത്യഖണ്ഡത്തിന് വേണ്ടി സത്യമായ ജ്ഞാനമാണ് നമ്മളോട് പറയുന്നത്. ബാക്കി ഈ വേദശാസ്ത്ര ഭക്തി മാർഗക്കേഹി. ബാക്കി വേദശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളാണ്. കിത്തനെ മനുഷ്യ പഠിത്തേ ഹെ ലാഖോം ഗീതാ പാഠശാലയെ. എത്ര മനുഷ്യരാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് ഗീതാ പാഠശാലകളുണ്ട്. വേദ പാഠശാലയെ ഹോഗി അല്ലെ. വേദ പാഠശാലകളും ഗീതാ പാഠശാലകളും ലക്ഷങ്ങളുണ്ട്. ജന്മജന്മാന്തർ സെ പഠിത്തേ ഹി ആത്തെ ഹി. ജന്മജന്മാന്തരങ്ങളായിട്ട് ഗീതയും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചാണ് വന്നത്. ആഖറിൻ കൊയ് തോ എയിം ഒബ്ജക്റ്റ് ഹോനി ചാഹിയെ. തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം എന്നുള്ളത് ആവശ്യമാണ്. ജോ കുച്ച് പഠിത്തേ ഹെ ശാസ്ത്ര സുനാത്തേ ഹെ ശരീർ നിർവാഹ ചലത്തേ ഹെ. അല്ലെ, എന്തെല്ലാം പഠിക്കുന്നുണ്ടോ അല്ലെ, ബാബ പറയാണ്, എന്തെല്ലാം പഠിക്കുന്നുണ്ടോ, ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നുണ്ടോ, എല്ലാം ശരീര നിർവാഹാർത്ഥമാണ്. തോ ബാക്കി ऐसे नहीं മുക്തി ജീവൻ മുക്തി കോ പാലേത്തെ ഹെ. അങ്ങനെയല്ല മുക്തി ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നു. ഭഗവാൻ കോ പാലേത്തെ ഹെ നഹി അല്ലെ, ഭഗവാനെ പ്രാപ്തമാക്കുന്നു, മുക്തി ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നു. അങ്ങനെയല്ല. ഭക്തി കർത്തേ ഹെ ഭഗവാൻ കോ പാനെ കെ ലിയെ. ഭക്തി ചെയ്യുന്നത് തന്നെ ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്, ഭഗവാനെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ്. तो भक्ति मार्ग में साक्षात्कार भी होते हैं, तो समझते हैं बस भगवान को पा लिया. അല്ലെ, ഭക്തി മാർഗത്തില് സാക്ഷാത്കാരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പൊ എന്താ വിചാരിക്കുന്നേ? ഭഗവാനെ പ്രാപ്തമാക്കി എന്നാണ് വിചാരിക്കുന്നത്. ഇസ്മേ ഭി ഖുശ് ഹോത്തെ ഹെ അല്ലെ. ഭക്തിയില് സാക്ഷാത്കാരം കിട്ടുമ്പോഴേക്കും ഭയങ്കര സന്തോഷായി, സാക്ഷാത്കാരത്തിന് വളരെ സന്തോഷായി. इसमें ही खुश होते हैं, ഭഗവാൻ കോ ജാനത്തെ ഹി नहीं. ബാബ പറയാണ്, ഭഗവാനെ ആരും തിരിച്ചറിയുന്നത് പോലും ഇല്ല. സമസ്തേ ഹി ഹനുമാൻ ഗണേഷ് സബ്മേ ഭഗവാൻ ഹി. വിചാരിക്കുന്നത് എന്താണ്? ഹനുമാനിലും അല്ലെ ഗണപതിയിലും എല്ലാറ്റിലും ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സർവ്യാപിക ബുദ്ധിമേ ബൈഠ ഹുവാ ഹെ. കാരണം ഭഗവാൻ സർവ്യാപിയാണ് എന്നതാണ് ബുദ്ധിയിലുള്ളത്. बाबा ने समझाया है जिस भावना से जिसको भक्ति करते हैं वो भावना पूरी करने के लिए मैं साक्षात्कार कराता हूं. അല്ലെ, ബാബ മനസ്സിലാക്കി തരികയാണ്, ഏത് ഭാവനയിലൂടെയാണോ ഭക്തി ചെയ്യുന്നത് ആ ഭാവന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ സാക്ഷാത്കാരം നൽകുകയാണ്. वो समझते हैं बस हमें भगवान ही मिल गया खुश होते हैं. സാക്ഷാത്കാരം ലഭിക്കുമ്പോ അവരുടെ ഭാവന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സാക്ഷാത്കാരം കൊടുക്കുന്നത്. പക്ഷെ അവരെന്താ വിചാരിക്കുന്നേ? സാക്ഷാത്കാരം കിട്ടുമ്പോ അവരുടെ വിചാരം ഭഗവാനെ ഞങ്ങൾ സ്വന്തമാക്കി, ഭഗവാനെ പ്രാപ്തമാക്കി എന്നവര് വിചാരിക്കുകയാണ്. ഭക്തമാലാഹി അലഗ് ജ്ഞാനമാലാഹി അലഗ് എനിക്ക് രുദ്രമാല കഹ ജാത്ത ഹെ. ബാബ പറയണ ഭക്തമാല വേറെയാണ്, ജ്ഞാനമാല വേറെയാണ് അല്ലെ. അതായത് ബ്രാഹ്മണരുടെ മാല വേറെയാണ്, ഭക്തരുടെ മാല വേറെയാണ്. ഇസ്കോ രുദ്രമാല കഹ ജാത്ത ഹെ ഓഹേ ഭക്തമാല. ബാബ പറയാണ്, ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഏതാണ്? രുദ്രമാലയാണ് അല്ലെ. പരംധാമത്തില് ബാബയുടെ കഴുത്തിൽ കിടക്കുന്നത് രുദ്രമാലയാണ് അല്ലെ. പക്ഷെ ഇവിടെ ഭക്തമാലയും ഉണ്ട്. ജിനോനെ ജാസ്തി ജ്ഞാൻ പായ ഉനോക്കി മാല വ ജാസ്തി ഭക്തി കർണേ വാലോക്കി മാല അല്ലെ. ആരാണോ കൂടുതൽ ഈ ജ്ഞാനത്തെ പ്രാപ്തമാക്കി ജ്ഞാന സ്വരൂപമായിരിക്കുന്നത് ആ കുട്ടികളുടെ മാലയുണ്ട്, അതുപോലെ രുദ്രന്റെയും മാലയുണ്ട് അല്ലെ. ഭക്തമാലയും ഉണ്ട്. രണ്ടും വേറെ വേറെയാണ്. ജാസ്തി ഭക്തി അല്ലെ, കൂടുതൽ ഭക്തി ചെയ്യുന്നവരുടെ മാലയും ഉണ്ട്, കൂടുതൽ ഈ ജ്ഞാനത്തിനെ അറിയുകയും ധാരണ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളുടെ മാലയും ഉണ്ട്. तो जिन्होंने जास्ती ज्ञान पाया भक्ति के संस्कार ले जाते हैं फिर भक्ति में चले जाते हैं. ബാബ പറയാണ്, ഭക്തിയുടെ സംസ്കാരവുമായിട്ട് പോകുമ്പോൾ അല്ലെ എന്താണ്, വീണ്ടും ഭക്തിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്തിയുടെ സംസ്കാരം, ഇഷ്ടദേവതയുടെ സാക്ഷാത്കാരം കിട്ടി ഭക്തിയുടെ സംസ്കാരമായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദ്വാപരയുഗത്തിൽ വീണ്ടും ഭക്തിയിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത്. तो संस्कार एक जन्म साथ चलते हैं അല്ലെ. ബാബ പറയാണ്, ഇപ്പോൾ നമ്മൾ നേടുന്ന സംസ്കാരം അല്ലെ, അതാണ് എന്ത് സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് നമ്മുടെ കൂടെ വരുന്നു.
അപ്പൊ നമ്മൾ ആർജിക്കുന്ന സംസ്കാരം ഒരു ജന്മത്തിലേക്ക് നമ്മുടെ കൂടെ വരുന്നു. എസനയ്ക്ക് ദൂസരെ ജന്മേ ഹോങ്കി. അപ്പൊ ബാബ പറയാണ് അത് ഈ ഒരു ജന്മത്തിൽ ലഭിച്ച് പിന്നീട് അടുത്ത ജന്മത്തിലും ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നഹി തുമാരെ ഈ സംസ്കാർ അവിനാശി ബൻ ജാത്തെ. പക്ഷെ ബാബ അല്ലെ ഇപ്പൊ നമ്മൾ ഭക്തിയിലൂടെ ആർജിക്കുന്ന സംസ്കാരമാണെങ്കിലും മറ്റ് എന്ത് സംസ്കാരങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആവർത്തിക്കുന്ന സംസ്കാരങ്ങളിലൂടെ ഉണ്ടാകുന്ന സംസ്കാരമാണെങ്കിലും അപ്പൊ അടുത്ത ജന്മത്തിൽ കാണും, പക്ഷെ അതിന്റെ അടുത്ത ജന്മത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ ബാബ നമുക്ക് നൽകുന്ന ഈ ജ്ഞാനം, ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ ആർജിക്കുന്ന ദേവതാ സംസ്കാരം അല്ലെ, ആ സംസ്കാരം അനശ്വരമാണ്. അതാണ് അനശ്വരമായിട്ട് നമ്മുടെ കൂടെ വരുന്നത്. ഈ സമയം ജോ സംസ്കാർ ലേ ജായെങ്കിൽ वो संस्कार अनुसार जाकर രാജാ റാണി ബനത്തെ. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് സംസ്കാരമാണോ, ഏത് സംസ്കാരവുമായിട്ടാണോ പോകുന്നത്, ബാബ പറയാണ് ആ സംസ്കാരത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ രാജാവും റാണിയുമായിട്ട് മാറുന്നത്. फिर धीरे धीरे കല കം होती जाती. പിന്നെ പതുക്കെ പതുക്കെ കല കുറഞ്ഞു പോകും. പറയാണ് പതുക്കെ പതുക്കെ കല കുറഞ്ഞു പോകുന്നു. നോക്കാം. വേണ്ട വേണ്ട. तो इस समय जो संस्कार जाएंगे फिर संस्कार अनुसार जाकर राजा रानी बनते. फिर धीरे कला कमती होती जाती है. तो अभी तुम बीच में हो, बुद्धि वहां लड़की हुई. ബാബ പറയാണ് ഈ സമയത്ത് നമ്മൾ കുട്ടികള് മധ്യത്തിലാണ്. इस समय जो संस्कार जाएंगे वो फिर संस्कार अनुसार രാജാ റാണി बनते. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു അല്ലെ, പഠിക്കുന്ന എന്തിനായിട്ടാണ്? സൂര്യവംശി രാജാവാകാൻ വേണ്ടിയിട്ടാണ്, സൂര്യവംശി രാജാ റാണി ആക്കാൻ വേണ്ടിയിട്ടാണ് ബാബ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതുപോലെ പഠിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ രാജകീയ സംസ്കാരം നമ്മൾ ആർജിക്കുമ്പോ ബാബ പറയാണ് ആ സംസ്കാരത്തിനനുസരിച്ച് പോയി സത്യത്തില് രാജാവും റാണിയുമായിട്ട് മാറാൻ സാധിക്കും. പിന്നെ പതുക്കെ പതുക്കെ എന്താ സംഭവിക്കുന്നേ അല്ലെ, ഒരു ജന്മത്തിൽ നമ്മൾ മഹാരാജ മഹാറാണി ആയി എന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ മഹാരാജ മഹാറാണി ആകണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, കലകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നില്ലേ അല്ലെ. അപ്പൊ എല്ലാ ജന്മത്തിലും അതായി തീരാൻ സാധിക്കണം എന്നൊന്നുമില്ല. അപ്പൊ ബാബ പറയണ പതുക്കെ പതുക്കെ കലകൾ കുറഞ്ഞു വരികയാണ്. അഭിത്തം ബീച്ച്മേ ഹോ വഹാ ബുദ്ധി ബുദ്ധി വഹാ ലടക്കി ഹുയി. ബൈഠേ ബൽ ഹം യഹാ ഹെ പരന്തു ബുദ്ധിയോഗ വഹാ ഹെ. ബാബ പറയാണ് നോക്ക്, നമ്മളിപ്പോ മധ്യത്തിലാണ്. കലിയുഗത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, സത്യത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലെ, നമ്മൾ എവിടെയാണ്? മധ്യത്തിലാണ് അല്ലെ. അപ്പൊ ബാബ പറയാണ് ബുദ്ധി അവിടെ കുടുങ്ങിക്കിടക്കാണ്. നമ്മള് ഉള്ളത് അല്ലെ ബൈഠേ ബൽ ഹം യഹാ ഹെ പരന്തു ബുദ്ധിയോഗ വഹാ. आत्मा का ज्ञान है कि अभी हम जा रहे हैं, बाबा को याद करते हैं, हमारी आत्मा पार हो रही. അപ്പൊ ബാബ പറയാണ് നമ്മളിപ്പോ മധ്യത്തിലാണ്. മധ്യത്തിൽ എന്ന് പറയുമ്പോഴെന്താണ്? എവിടെ പോയി തൂങ്ങിക്കിടക്കണം നമ്മുടെ ബുദ്ധി? കലിയുഗത്തിലെ പോയി കുടുങ്ങി കിടക്കരുത്. പിന്നെന്താണ്? ബാബയില് കുടുങ്ങി കിടക്കണം നമ്മുടെ ബുദ്ധി. അപ്പൊ ബാബ പറയാണ് ഇവിടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിയോഗം എവിടെയായിരിക്കണം? ബാബയുടെ അടുക്കലായിരിക്കണം. ബാബയുടെ അടുക്കലെ ബുദ്ധിയോഗം കുടുങ്ങി കിടക്കണം. ആത്മാക്കോ ജ്ഞാനഹേ അല്ലെ, ഈ തൂക്കുകയറിലിടാന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളെവിടെ തൂങ്ങിക്കിടക്കണം അല്ലെ, നമ്മളെപ്പോഴും ബാബയില് തൂങ്ങിക്കിടക്കണം അല്ലെ. ബാബയില് തൂങ്ങിക്കിടക്കുമ്പോ പിന്നെ ഒരു തൂക്കുകയറിന്റെ ആവശ്യം ആർക്കും വരത്തില്ല അല്ലെ. അപ്പൊ ബാബയില് നമ്മുടെ ബുദ്ധി തൂങ്ങിക്കിടക്കണം. അപ്പൊ നമ്മള് മധ്യത്തിൽ ഇരിക്കുകയാണ്, പക്ഷെ നമ്മുടെ ബുദ്ധി ബാബയിൽ കുടുങ്ങിയിരിക്കുകയാണ് അല്ലെ. അങ്ങനെ ബാബയിൽ കുടുങ്ങിയ ബുദ്ധിയാണ് നമുക്ക് ആവശ്യം. तो आत्मा को ज्ञान है फिर कभी हम जा रहे हैं. ആത്മാവിന്റെ അടുക്കല് ജ്ഞാനമുണ്ട്. ആത്മാവിന് എന്താ ജ്ഞാനമുള്ളത്? ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകും. അപ്പൊ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബുദ്ധി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം, ബാബയുടെ അടുക്കൽ ഉണ്ടായിരിക്കണം. ബൈഠേ ബലെ ഹം യഹാ ഹെ ബാബാ കോ ഹി യാദ് കർത്തേ അല്ലെ. നമ്മൾ കുട്ടികള് ഇവിടെ ഇരിക്കുമ്പോഴും ബാബയെയാണ് ഓർമ്മിക്കുന്നത്. ഹമാരി ആത്മാ പാർ ഹോ രഹി ഹെ. നമ്മുടെ ആത്മാവ് അല്ലെ ഈ കലിയുഗത്തിൽ നിന്നും നരകത്തിൽ നിന്നും എന്താണ് അല്ലെ മുക്തിയുടെ ലോകത്തിലേക്ക് പോവുകയാണ്.
ഈ ശരീരക്കോ ഇസ് കിനാരെ ഹി ചോട് ദേംഗെ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോണം, മുക്തിയിലേക്ക് പോണം. അപ്പോ നമ്മൾ ഈ ശരീരമൊക്കെ ഇവിടെ വിട്ടിട്ട് പോകും. ശരീരം കൊണ്ടുപോവോ? ഇല്ല, ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇസ് കിനാരെ ഹി പുരാണ ശരീരം അല്ലെ, ഈ പഴയ ശരീരം തീരത്ത് ഉപേക്ഷിച്ച് നമ്മൾ പോകും. ഹമാരി തോ ഉസ് കിനാരെ മേ ഹസീൻ സുന്ദർ ശരീർ ഹെ. ബാബ പറയാണ്, നമ്മൾ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോവാണ്. പക്ഷെ മറുകരയില് വളരെ സുന്ദരമായ ആരോഗ്യപൂർണമായ ശരീരമുണ്ട് അല്ലെ, നിരോഗി ശരീരമുണ്ട്. ഓ ഹുസൈൻകാ രഥ ഹെ. അപ്പൊ ബാബ പറയാണ്, ഇവിടെ എന്താണുള്ളത്? ശിവബാബയ്ക്ക് ഹുസൈന്റെ രഥമുണ്ട് അല്ലെ. ഹുസൈൻ എന്ന് പറഞ്ഞ സുന്ദരൻ എന്നാണ് അല്ലെ. സുന്ദരൻ ആരാണ്? സത്യശിവം സുന്ദരൻ. സുന്ദരന്റെ രഥവും ഇവിടെയുണ്ട്. ഹുസൈൻ ജിസ്ക അക്കാന മൂരത് കഹത്തെ ഹെ. നമ്മുടെ സുന്ദരനായ ഹുസൈൻ അല്ലെ. ഹുസൈൻ ആരാണ്? അകാല മൂർത്തിയാണ്. ഉൻകാ യേ തഖ്ത് ഹെ. ബ്രഹ്മബാബയുടെ ശരീരം അല്ലെ, സുന്ദരന്റെ എന്താണ്? സിംഹാസനമാണ് അല്ലെ. സത്യശിവ സുന്ദരന്റെ സിംഹാസനമാണ്. തോ ആത്മാ തോ അകാൽ ഹെ. ആത്മാക്കോ ഗോൾഡൻ സിൽവർ മേ ആനാ ഹെ. ആത്മാവ് അകാല മൂർത്തിയാണ്. ആത്മാവിനെ കാലിന് വിഴുങ്ങാൻ സാധിക്കില്ല അല്ലെ. ബാബ പറയാണ്, ആത്മാവ് ഗോൾഡൻ സിൽവർ ഏജിലേക്ക് വരുന്നു അല്ലെ. ഗോൾഡൻ യുഗത്തിലേക്കും സിൽവർ യുഗത്തിലേക്കും ആത്മാവാണ് വരുന്നത് അല്ലെ. അപ്പോഴൊക്കെ ആത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജസ് ആണ് അല്ലെ. സത്യയുഗത്തില് നമ്മൾ സദോ പ്രധാനമാണ്. പിന്നെ ത്രേതായുഗത്തില് നമ്മൾ സദോ എന്നുള്ള സ്ഥിതിയാണ്. ബാബ തോ ഊഞ്ചത്തെ ഊഞ്ചേ. പക്ഷെ ബാബ സദാ ഉയർന്നതിലും ഉയർന്നവനായിരിക്കുന്നു. तो ये स्टेजेस में नहीं आते. ബാബ സദോ പ്രധാനം, രജോ പ്രധാനം, തമോ പ്രധാനം ഈ അവസ്ഥകളിലേക്ക് ഒരിക്കലും വരുന്നില്ല. ആത്മായ സ്റ്റേജസ് മേ ആത്തി ഹെ. ആത്മാക്കളാണ് ഈ അല്ലെ എന്താണ് ഈ അവസ്ഥകളിലേക്ക് വരുന്നത്. സദോ രജോ തമോയിലേക്ക് വരുന്നത് ആത്മാവാണ്. ഗോൾഡൻ ഏജ് വാലോം കോ ഫിർ സിൽവർ മേ ആനാ പടേ. ഗോൾഡൻ ഏജിലുള്ളവർക്ക് പിന്നെ സിൽവർ ഏജിലേക്ക് വരേണ്ടി വരുന്നു. അഭി തുമക്കോ അയൺ ഏജ് സെ ഗോൾഡൻ ഏജ് പേ ലേ ജാത്തെ. ബാബ നമ്മൾ കുട്ടികളെ അയൺ ഏജിൽ നിന്നും ഗോൾഡൻ ഏജിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. തോ അപ്ന പരിചയ ദേത്തെ രഹത്തെ ഹെ. ബാബ തന്റെ പരിചയം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. തോ ഉസ്കോ കഹത്തെ ഹെ ഹെവൻലി ഗോഡ് ഫാദർ. ബാബയാണ് വിളിക്കുന്നത്. ബാബ എന്താ വിളിക്കുന്നേ? ഹെവൻലി ഗോഡ് ഫാദർ. ഉൻകോ അലൗകിക് ദിവ്യ ജനം ഹെ. ബാബയുടേത് അലൗകികമായ ദിവ്യ ജന്മമാണ്. ഖുദ് ബത്ലാത്തെ ഹെ മേ കൈസെ പ്രവേശ് കർത്താ ഹൂം. ബാബ സ്വയം പറയാണ്, കുട്ടികളെ ഞാൻ എങ്ങനെയാണ് ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇസ്കോ ജനം നഹി കഹേംഗെ. ജബ് സമയ പൂരാ ഹോതാ ഹെ തബ് ഭഗവാൻ കെ സങ്കൽപ് ഉഡ്താ ഹെ ജാകർ രചന രചേ. അല്ലെ. ബാബ പറയാണ്, എപ്പോഴാണോ ഈ സൃഷ്ടിയുടെ സമയം പൂർത്തിയാകുന്നത് ആ സമയത്ത് ഭഗവാന് സങ്കല്പം വരികയാണ് അല്ലെ. വന്നിട്ട് തന്റെ രചനയെ രചിക്കണം എന്നുള്ള സങ്കല്പം ഉണ്ടാകും. രാമാമേ ഉൻകാ പാർട്ട് ഹെ. കാരണം ഈ സൃഷ്ടി നാടകത്തിൽ ശിവബാബയ്ക്കും തന്റെ പാർട്ടുണ്ട്. പരംപിത പരമാത്മക്ക് രാമയ്ക്ക് അധീന. പരമപിത പരമാത്മാവും രാമയ്ക്ക് അധീനമാണ്. മേരാ പാർട്ട് ഹി ഹെ ഭക്തി കാ ഫൽ ദേന. പറയാൻ എന്റെ പാർട്ട് തന്നെ ഭക്തിയുടെ ഫലം നൽകുക എന്നുള്ളതാണ് എന്റെ പാർട്ട്. പരംപിത പരമാത്മാക്കോ സുഖ ദേനെ വാലേ ഹി കഹാ ജാതാ ഹെ. പരമപിത പരമാത്മാവിനെ സുഖം നൽകുന്നവൻ, ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നാണ് വിളിക്കുന്നത്. അച്ഛ കർത്തവ്യ കർത്തേ ഹെ അല്പകാൽ കെ ലിയേ ഉസ്കാ റിട്ടേൺ മിൽത്താ ഹെ. നല്ല കർത്തവ്യമാണ് ബാബ ചെയ്യുന്നത് അല്ലെ. അല്പകാലത്തേക്ക് വേണ്ടി അച്ഛ കർത്തവ്യ കർത്തേന. ബാബ പറയാണ്, ആരാണോ നല്ല കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നത്, നല്ല കർത്തവ്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് അല്ലെ, ദാനധർമാദികൾ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അവർക്ക് എന്താണ് അല്പകാലത്തേക്ക് അതിന്റെ റിട്ടേൺ ലഭിക്കുകയാണ്. തും സബസെ അച്ഛ കർത്തവ്യ കർത്തേ ഹോ. ബാബ പറയാൻ, എല്ലാവരെക്കാളും ഏറ്റവും നല്ല കർത്തവ്യം ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളാണ്. സബ്കോ ബാപ് കാ പരിചയ ദേത്തെ അല്ലെ. എല്ലാവർക്കും പരമാത്മാവാകുന്ന ആത്മീയ അച്ഛന്റെ പരിചയം കൊടുക്കുന്നവരാണ് നിങ്ങൾ കുട്ടികൾ. तो अब देखो राखी का त्योहार आता है, इस पर भी समझाना पड़े. ബാബ പറയാണ്, രക്ഷാബന്ധന്റെ മഹോത്സവം വരുന്നുണ്ട്
അല്ലെ രക്ഷാബന്ധനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. രാഖി ഹേഗി പതിതോക്കോ പവൻ ബന്നേക്ക് പ്രതിജ്ഞ ഹേഗി. രക്ഷാബന്ധനം എന്ന് പറയുന്നത് എന്താണ്? പതിതരെ പാവനമാക്കി മാറ്റുവാനുള്ള പ്രതിജ്ഞ ചെയ്യാനാണ് രക്ഷാബന്ധനം. അല്ലെ പതിതരിൽ നിന്നും പാവനമായി മാറണം, പാവനമാകാനുള്ള പ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ളതാണ് രക്ഷാബന്ധനം. അപവിത്രക്കോ പവിത്ര ബനാനേക്ക രക്ഷാബന്ധൻ. അപവിത്രമായവരെ പവിത്രമാക്കി മാറ്റുവാനുള്ള രക്ഷാബന്ധനമാണ്. തുമക്കോ പേലെ പേലെ പരിചയ ദേനാകെ പതിത പാവൻ ബാബു. അപ്പൊ ബാബ പറയാണ്, ബാബ നമ്മളിൽ എന്താണ് പവിത്രതയുടെ രാഖിയാണ് നമ്മളെ അണിയിക്കുന്നത്. അല്ലെ പവിത്രതയുടെ രാഖിയാണ് നമ്മളെ അണിയിക്കുന്നത്. അല്ലെ പവിത്രതയുടെ പ്രതിജ്ഞയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ലെ അപവിത്രമായവരെ പവിത്രമാക്കി മാറ്റാനുള്ള രക്ഷാബന്ധനമാണ് ഇത്. അപ്പൊ ബാബ പറയാണ്, ഏറ്റവും ആദ്യം നമ്മൾ കുട്ടികള് ആരുടെ പരിചയമാണ് കൊടുക്കേണ്ടത്? ഏറ്റവും ആദ്യം പതീത പാവനനായ അച്ഛന്റെ പരിചയം കൊടുക്കണം. तो जब तक वो न आए तब तक मनुष्य पावन बन नहीं सकते. ബാബ ഈ സൃഷ്ടിയിൽ വരാത്തിടത്തോളം ഒരിക്കലും ആർക്കും പാവനമാകുവാനായി കഴിയില്ല. ബാബി ആക്കർ പവിത്ര ബന്നയ്ക്ക് പ്രതിജ്ഞ കരാത്തെ. ബാബ വന്നിട്ടാണ് പവിത്രമാകാനുള്ള പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നത്. ജരൂർ കബ് ഹുവാ ഹെ ജോ രസം റിവാജ് ചലി ആയി. അല്ലെ എപ്പോഴാണ് ബാബ ഈ സൃഷ്ടിയിലേക്ക് വന്നിട്ടുള്ളത്? അതിന്റെ ആചാര രീതികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ മേ ദേഖോ ബ്രഹ്മകുമാർ കുമാരിയ രാഖി ബാന്ധ് പവിത്ര രഹത്തെ. അല്ലെ അവരുടെ പ്രാക്ടിക്കലിൽ നോക്കൂ, ബ്രഹ്മകുമാർ കുമാരികൾ രാഖി അണിഞ്ഞ് ഇവിടെ പവിത്രമായി ജീവിക്കുന്നു. ജനോ കങ്കൺ ആദിബി സബ് പവിത്രതാക്കി നിശാനി. ബാബ പറയാണ്, കയ്യില് വളയണിയുന്നത്, അതേപോലെ എന്താണ് കൂണൂല്, ഇതൊക്കെ പവിത്രതയുടെ അടയാളമാണ്. ഇതൊക്കെ ശരിക്കും പവിത്രത എന്നുള്ളതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ശരിക്കും ബ്രാഹ്മണര് അണിയുന്നത്. അല്ലെ സത്സംഗമത്തിലെ ബ്രാഹ്മണര് പവിത്രമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലെ ലൗകിക ബ്രാഹ്മണർക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്? പൂണൂലും അല്ലെ അതുപോലെ പറയണ വളയണിയുന്നത് ഒക്കെ പവിത്രതയുടെ അടയാളമാണ്. പതിത് പാവൻ ബാപ് കഹത്തെ കാം മഹാശത്രു അവ മേരെ സാത്ത് പ്രതിജ്ഞ കരോ കി ഹം പവിത്ര രഹേ. പതിത പാവനായ അച്ഛൻ പറയാണ്, കാമം മഹാശത്രുവാണ്. അല്ലെ ബാബ പറയാണ്, കുട്ടികളെ അല്ലെ ബാബയോട് അല്ലെ എന്റെ കൂടെ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യൂ, ഞങ്ങൾ പവിത്രമായി ജീവിക്കും. അല്ലെ ബാബയുടെ അടുക്കൽ കുട്ടികള് പ്രതിജ്ഞ ചെയ്യണം. ബാക്കി കൊയ് കങ്കൺ ആദി പെന്നനെയ്യേ, ബാക്കി നമുക്കിവിടെ വളയൊന്നും അണിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. तो बाबा कहते हैं प्रतिज्ञा करो मुझे 5 विकार दान करो. ബാബ പറയാണ്, പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യൂ, എനിക്ക് 5 വികാരങ്ങളെ ദാനം ചെയ്യൂ. तो ये राखी बंधन 5000 वर्ष पहले भी हुआ था. ഈ രക്ഷാബന്ധനം 5000 വർഷം മുമ്പും നടന്നിരുന്നു. പതിത പാവൻ ബാബ് ആയാ ഥാ ആക്കർ രാഖി ബാന്ധി थी. പതിത പാവനായ അച്ഛൻ ഈ സൃഷ്ടിയിലേക്ക് വന്നിട്ട് ഇവിടെ രാഖി നമ്മൾ കുട്ടികളെ പവിത്രതയുടെ രാഖി അണിയിച്ചിരുന്നു. പവിത്ര ബനോ. അല്ലെ ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ പവിത്രമാകൂ. ക്യോങ്കി പവിത്ര ദുനിയാക്കി സ്ഥാപന ഹുയി ഥി. കാരണം പവിത്രമായിട്ടുള്ള ലോകത്തിന്റെ സ്ഥാപന ചെയ്തിരുന്നു ബാബ കഴിഞ്ഞ കൽപ്പത്തിൽ. ഇപ്പോഴും ബാബ പവിത്രമായ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. അപ്പൊ പവിത്രമായ ലോകത്തിന് വേണ്ടി, ആ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുട്ടികൾ ഈ ജീവിതത്തിൽ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യണം. അല്ലെ ബാബ പറയാണ്, पतित पावन बाप आया था आकर राखी बांधी थी पवित्र बनो क्योंकि पवित्र दुनिया की स्थापना हुई थी. अब तो नरक है हम फिर से आए हैं. അല്ലെ ബാബ പറയാണ്, കുട്ടികളെ ഇപ്പോൾ നരകമാണ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അല്ലെ എന്തിനു വേണ്ടി? കുട്ടികളെ പതിതരിൽ നിന്നും പാവനമാക്കാൻ. അപ്പൊ ശ്രീമത് പർ പ്രതിജ്ഞ കരോ. അല്ലെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, ഇപ്പോൾ എന്റെ ശ്രീമത്തിലൂടെ നടന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യൂ. അല്ലെ എന്താ പ്രതിജ്ഞ ചെയ്യേണ്ടത്? ബാബോ യാദ് കരോ തോ തും പാവൻ ബൻ ജായേംഗെ. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പാവനമാകാം. അഭി പതിത മത് ബനോ. ബാബ പറയാണ്, കുട്ടികളെ ഇപ്പോൾ വികാരത്തിലേക്ക് പോകരുത്, ഇപ്പോൾ പതിതരായിട്ട് മാറരുത്. അല്ലെ തുമ്പി കഹോ ഹം ബ്രാഹ്മൺ ആയേ ഹേ പ്രതിജ്ഞ കരാനെ. അല്ലെ നിങ്ങൾ കുട്ടികളും പറയൂ, നമ്മള് ബ്രാഹ്മണര് വന്നിരിക്കുന്നത് ബാബയോട് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെ ബാബയുടെ കുട്ടികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നത്. तो हम प्रतिज्ञा करते हैं हम कभी पतित नहीं बनेंगे. അല്ലെ ബാബ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യാണ്, ഞങ്ങൾ ഒരിക്കലും പതിതരായിട്ട് മാറുകയില്ല.
तो तुम भी कहो, परंतु ऐसे भी बहुत लिखकर കഥം പോകി. അങ്ങനെ ബാബയ്ക്ക് അല്ലെ രക്തത്തിൽ എഴുതി കൊടുത്ത ചില കുട്ടികള് സമാപ്തമായിട്ടുണ്ട്. പതിത പാവൻ ബാബ് ആത്തെ ഹി ഹെ സംഗം പർ. പതിത പാവനായ അച്ഛൻ വന്നിരിക്കുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. ബ്രഹ്മദ്വാര ആക്കർ ഡയറക്ഷൻ ദേത്തെ ഹി. ബ്രഹ്മാവിലൂടെ വന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാണ്. ബച്ചോങ്കോ ഈ പവിത്ര ബനു. ബ്രഹ്മാവില് വന്നിട്ട് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ് നൽകാണ്. അല്ലെ, കുട്ടികളെ പവിത്രമായി മാറൂ. സബ്നെ പ്രതിജ്ഞ കീ ഹെ. ഇവിടെ നമ്മൾ എല്ലാ കുട്ടികളും പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. തുമ്പി ജഡ്ജ് കർ തബഹി ബാബ്സെ വർഷമില്ലായി. അല്ലെ, നിങ്ങളും അല്ലെ ബാബ പറയുന്നത് കേൾക്കുമ്പോ സ്വയത്തിന്റെ തീരുമാനമെടുക്കൂ. എങ്കിൽ ബാബയുടെ സ്വത്ത് കുട്ടികൾക്ക് ലഭിക്കുന്നു. അച്ഛന്റെ സ്വത്തിന്റെ അധികാരിയാകാൻ പറ്റുന്നു. തും പവിത്ര ബ്രാഹ്മൺ ബനോ ഫിർ ദേവത ബൻജായി. നിങ്ങൾ പവിത്ര ബ്രാഹ്മണരായിട്ട് മാറൂ, അപ്പോൾ ദേവതയായി മാറാൻ കഴിയും. ഹം ബ്രാഹ്മണോ കി പ്രതിജ്ഞ കി ഹുയി. നമ്മൾ ബ്രാഹ്മണർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആൽബം ബി ദിക്കാന ചാഹിയെ കി യേ രാഖി ബന്ധൻ കി രസം കബ് ശുരു ഹുയി. പറയാണ്, ആൽബം കാണിച്ചു കൊടുക്കണം, ഈ രക്ഷാബന്ധന്റെ ആ ഉത്സവം എപ്പോഴാണ് ആരംഭിച്ചത്. अभी संगम पर ये पवित्रता की प्रतिज्ञा की हुई है, फिर 21 जन्म तक पवित्र रहते हो. ബാബ പറയണ ഈ സംഗമ യുഗത്തിൽ നമ്മൾ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് 21 ജന്മത്തിലേക്ക് നമ്മൾ പവിത്രമായി ജീവിക്കുന്നു. അപ്പോൾ ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, എന്താ ബാബ നമ്മളോട് പറയുന്നേ? എന്നെ മാത്രം ഓർമ്മിക്കൂ. ऐसे പോയിന്റ്സ് നിക്കാൽ പഹലെ ഹി ഭാഷൺ ബനാന ചാഹിയെ. അങ്ങനെയുള്ള പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? പ്രഭാഷണങ്ങൾ ചെയ്യണം, പ്രഭാഷണങ്ങൾ തയ്യാറാക്കണം. യേ രസം കബ്സെ ശുരു ഹുയി ഹെ. രക്ഷാബന്ധന്റെ ഈ ആചാരം എന്താണ് ആരംഭിച്ചത്? 5,000 വർഷക്ക് ബാക്കി, 5000 വർഷം മുമ്പുള്ള കാര്യമാണ്. കൃഷ്ണ ജന്മാഷ്ടമി ബി 5,000 വർഷക്ക് ബാക്കി. കൃഷ്ണ ജന്മാഷ്ടമിയും അല്ലെ ഉണ്ടായിട്ട് 5000 വർഷങ്ങളായി. കൃഷ്ണക്ക് ചരിത്രത്തോ കുച്ചുഹേനി. കൃഷ്ണന്റെ ചരിത്രം യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ഇല്ല. ഓ ചോട്ട ബച്ചാകെ, കാരണം കൃഷ്ണൻ കൊച്ചുകുട്ടിയാണ്. ചരിത്രത്തോ ഏക് ബാപ്കി. ചരിത്രം എന്ന് പറയുന്നത് ഒരേ ഒരു പരമാത്മാവിൻ്റെതാണ്. ജോ ചന്ദ്രായി മേ ബച്ചോ കോ കൗഡിസെ ഹീരെ ജേസ ബനാത്തെ ഹെ. എത്ര ചാതുര്യത്തോടു കൂടിയാണ് പരമാത്മാവ് തന്റെ കുട്ടികളെ ഒരു വിലയുമില്ലാത്ത കക്കയിൽ നിന്നും അമൂല്യമായ വജ്രത്തിന് സമാനമുള്ള വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്നത്. ബലിഹാരി ഉസ് ഏക് ഹി ബാക്കി ഹെ. അല്ലെ, ഈ സമയത്ത് സംഗമയുഗത്തിൽ വന്ന് തന്റെ കുട്ടികളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുവാൻ, പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റുവാൻ, കക്കയിൽ നിന്നും വജ്രമാക്കി മാറ്റുവാൻ സ്വയം ബലിയർപ്പിക്കുന്നത് ബാബയാണ്. തന്റെ കുട്ടികൾക്ക് വേണ്ടി സ്വയം ബലിയാകുന്നത് ബാബയാണ്. ചരിത്രം ബാബയുടേതാണ്. കിസ്കാ ബർത്ത്ഡേ മനാനാഹി. അതുകൊണ്ട് ആരുടെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കേണ്ടത്? അല്ലെ, ബാബ പറയാണ്, और किसका बर्थडे मनाना कोई काम का नहीं. അല്ലെ, ഒരേ ഒരു പരമാത്മാവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് ഏറ്റവും മൂല്യമുള്ളത്. ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബർത്ത്ഡേ മനാന ചാഹിയെ ഏക പരമപിത പരമാത്മാക്ക. അല്ലെ, ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് ഒരേ ഒരു പരമപിത പരമാത്മാവിൻ്റെത് മാത്രമാണ്. മനുഷ്യത്വം കുച്ചുബി നഹി ജാൻ. പക്ഷെ മനുഷ്യർക്ക് ഇതൊന്നും തന്നെ അറിയില്ല. मीठे मीठे सिक्किलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. रूहानी बच्चों के रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, वारिस बनने के लिए अपने सब हिसाब किताब कर्म बंधन चुक्त करना है. അല്ലെ, ബാബയുടെ അവകാശി കുട്ടികളായിട്ട് മാറണമെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മ കണക്കുകളും കർമ്മബന്ധനങ്ങളും അവസാനിപ്പിക്കണം. അല്ലെ, ബാബയുടെ അവകാശി കുട്ടികളാകാൻ നമ്മുടെ എല്ലാ കർമ്മ കണക്കുകളും അല്ലെ കർമ്മബന്ധനങ്ങളും അവസാനിപ്പിക്കണം. ബാക്കി ജോറായി മിൽത്തി ഹെ ഉസ് പർ ഹി ചലനാ ഹെ. ബാബ നൽകുന്ന മാർഗദർശനങ്ങൾ എന്താണോ അത് പ്രകാരം നടക്കണം. സെക്കൻഡ് പോയിന്റ്, സബ്കോ ബാബ് കാ സത്യ പരിചയ ദേ, പതി സെ പാവൻ ബനാനെ കാ ശ്രേഷ്ഠ കർത്തവ്യ കർണ.
എല്ലാവർക്കും ബാബയുടെ സത്യമായ പരിചയം നൽകി പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റുവാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം. എല്ലാവർക്കും ബാബയുടെ സത്യമായ പരിചയം നൽകി അവരെ പതിതരിൽ നിന്നും പാവനമാക്കി മാറ്റുവാനുള്ള ശ്രേഷ്ഠ കർത്തവ്യം ചെയ്യണം. പവിത്രത की राखी बांध पवित्र दुनिया के मालिकपन का वर्षा लेना है. പവിത്രതയുടെ രക്ഷാബന്ധനം അണിഞ്ഞ് പവിത്രമായ ലോകത്തിന്റെ അധികാരിയാകുവാനുള്ള സ്വത്ത് നേടണം. അപ്പൊ പവിത്രതയുടെ രാഖി അണിഞ്ഞ് പവിത്രമായ ലോകത്തിന്റെ അധികാരിയുടെ സ്വത്ത് അല്ലെ അധികാരിയാകാനുള്ള സ്വത്ത് നേടണം. वरदानम एक पास शब्द की स्मृति द्वारा किसी भी पेपर में फुल पास होने वाले पास विद ഓണർ ഭവ. ഒരേയൊരു പാസ് എന്നുള്ള ശബ്ദത്തിന്റെ സ്മൃതിയിലൂടെ ഏതൊരു പേപ്പറിലും ഫുൾ പാസ്സായി മാറുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കൂ അല്ലേ. അതായത് ഒരേയൊരു പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരികിൽ എന്നാണ് അർത്ഥം. അപ്പോ ഒരേയൊരു പാസ് എന്നുള്ള ആ വാക്കിലൂടെ ആ സ്മൃതിയിലൂടെ ഏതൊരു പേപ്പറിലും ഏതൊരു ടെസ്റ്റ് പേപ്പറിലും ഫുൾ പാസ്സായി മാറുന്ന അല്ലെ ബഹുമതിയോടെ പാസ്സാകുന്നവരായി പോകും. किसी भी पेपर में फुल पास होने के लिए उस पेपर के क्वेश्चन के विस्तार में नहीं जाओ. ബാബ പറയാണ് ഏതൊരു ടെസ്റ്റ് പേപ്പറിലും ഫുൾ പാസ് ആകുന്നതിന് വേണ്ടി ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിസ്താരത്തിലേക്ക് പോകരുത്. നമ്മുടെ മുന്നിൽ ഏത് ടെസ്റ്റ് പേപ്പർ വന്നാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും അതിൽ ഫുൾ പാസ് ആകണമെങ്കിൽ ബാബ പറയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്താണ് വിസ്താരത്തിലേക്ക് പോകരുത്. ऐसा नहीं सोचो ये क्यों आया कैसे आया അല്ലെ കിസ്നെ കിയാ. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇത് എന്തുകൊണ്ട് വന്നു, ഇതെങ്ങനെ വന്നു, ഇതാരാണ് ഇങ്ങനെ ചെയ്തത് അല്ലെ, ഇത് എന്തുകൊണ്ട് വന്നു, ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കണ്ട. ഇസ്കെ ബജായ് പാസ് होने का सोचकर പേപ്പർ കോ പേപ്പർ സമജ്കർ പാസ് കറോ. ബാബ പറയാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ടെസ്റ്റ് പേപ്പർ വരും, പരീക്ഷണങ്ങൾ വരും, അപ്പൊ അതിൽ എനിക്ക് പാസ്സാകണം അല്ലെ, എനിക്ക് പാസ്സാകണം. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിസ്താരത്തിലേക്ക് പോകണ്ട. ഇത് എന്തുകൊണ്ടാ വന്നത്, ഇത് എന്താ ഇങ്ങനെ വന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എനിക്ക് എന്താ ഇങ്ങനെ വന്നേ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. പറയണ അങ്ങനെ ചിന്തിക്കരുത്, നമുക്ക് പാസ്സാകണം അല്ലെ. നമ്മുടെ ലക്ഷ്യം എന്താണ്, ഏത് ടെസ്റ്റ് പേപ്പർ വന്നാലും നമ്മൾ തോൽക്കുന്നവരല്ല, നമ്മൾ വിജയിക്കുന്നവരാണ്. നമുക്ക് പാസ്സാകണം. പാസ്സാകണം എന്ന് ചിന്തിച്ച് അല്ലെ പേപ്പറാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യും. ഇത് ടെസ്റ്റ് പേപ്പറാണെന്ന് മനസ്സിലാക്കിയിട്ട് തരണം ചെയ്യും. സിർഫ് ഏക പാസ് ശബ്ദ സ്മൃതി മേ രഖോ. ആ ഒരേയൊരു പാസ് എന്നുള്ള ആ വാക്ക് സ്മൃതിയിൽ വെക്കും. അപ്പോ എന്താണ്, വിജയിക്കണം, പാസ് ആകണം എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഒരേയൊരു പാസ് എന്നുള്ള വാക്ക്, അപ്പൊ ഇവിടെ പാസ് എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം, പാസ് എന്നുള്ള വാക്കിന്റെ സ്മൃതിയിലൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിജയിക്കണം, ഞാൻ വിജയിയാണ്. അപ്പൊ ഏത് ടെസ്റ്റ് പേപ്പർ വന്നാലും എന്താണ്, എനിക്ക് വിജയിക്കണം. അപ്പൊ ആ പാസ് എന്നുള്ള വാക്ക് സ്മൃതിയിൽ വെക്കൂ അല്ലെ, എനിക്ക് പാസ് ആകണം, പാസ് കർണാകെ, എനിക്ക് അല്ലെ പാസ് ആകണം, പാസ് കർണാകെ, പാസ് ഓനാകെ, പാസ് കർണാകെ. പാസ് കർണാകെ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യണം അല്ലെ, തരണം ചെയ്യണം, പാസ് ആകണം, പിന്നെ തരണം ചെയ്യണം. ബാബ്കെ പാസ് രഹനാകെ, പിന്നെ ബാബയുടെ അടുത്തിരിക്കണം, ബാബയുടെ സമീപത്തിരിക്കണം. പാസ് എന്ന് പറഞ്ഞാൽ 3 അർത്ഥമാണ്. ഒന്ന്, അപ്പൊ ഒരു പാസ് എന്നുള്ള വാക്ക് നമ്മൾ ഓർമ്മിച്ചാൽ മതി, ഒരേ ഒരു പാസ് എന്നുള്ള വാക്ക് ഓർമ്മിച്ചാൽ മതി. എന്താണ്, ഒന്ന് പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിക്കണം. 2 പാസ് എന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത് പോവാന്ന് പറയില്ലേ, പാസ് ചെയ്ത് പോവാ, തരണം ചെയ്യണം. പിന്നെ പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരികിൽ എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ബാബയുടെ അരികത്ത് വസിക്കണം. അപ്പൊ ബാബയുടെ അരികത്ത് വസിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വിജയിപ്പിക്കുന്ന ആരാണ്, ബാബയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ബാബയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് ബാബയുടെ അരികിൽ വസിക്കണം അല്ലെ. സർവശക്തിമാന്റെ അരികിൽ വസിച്ചാൽ പിന്നെ നമുക്ക് പാസ് തരണം ചെയ്യാൻ പിന്നെ എന്താ പാടുള്ളത്, നമുക്ക് തരണം ചെയ്യാൻ പറ്റും, വിജയിക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിജയിയാണ്, ഞാൻ വിജയിക്കും. ഏത് ടെസ്റ്റ് പേപ്പർ വന്നാലും ഏത് പരീക്ഷണം വന്നാലും ഞാൻ വിജയിക്കും അല്ലെ, വിജയിക്കും എന്നുള്ള ലക്ഷ്യം വേണം. പിന്നെ ബാബയുടെ സമീപത്തിരിക്കണം. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് എന്താവും, ഈ 3 അർത്ഥസഹിത സ്വരൂപത്തിൽ നമ്മൾ ഇരുന്നാൽ നമ്മൾ ഉറപ്പായിട്ടും ബഹുമതിയോടെ പാസ്സാകും. സ്ലോഗൻ, സ്വയം കോ പരമാത്മ പ്യാർ കെ പീछे
കുർബാൻ കർണെ വാലേ ഹി സഫലതാ മൂലം ബനത്തെ. സ്വയത്തിനെ പരമാത്മാ സ്നേഹത്തിൽ ബലിയർപ്പിക്കുന്നവരാണ് സഫലതാമൂർത്തിയാകുന്നത്. അപ്പൊ പരമാത്മാവിനോടുള്ള സ്നേഹത്തിൽ ആരാണോ പരമാത്മാവിൽ സ്വയം സ്വയത്തെ ബലി അർപ്പിക്കുന്നത് ആ കുട്ടികളാണ് ആരാകുന്നത്? ആ കുട്ടികളാണ് പാസ് വിത്ത് ഓണറാണ് അല്ലെ, സഫലതാമൂർത്തിയാകും. എന്ത് ശരി, സഫലതാമൂർത്തിയാകും. എപ്പോഴും സഫലത ആ കുട്ടികൾക്കാണുള്ളത്. എപ്പോഴും ഓരോ ചുവടിലും വിജയം, സഫലത അല്ലെ ആ കുട്ടികൾക്കാണുള്ളത്. ആ കുട്ടികളാണ് സഫലതയുടെ നക്ഷത്രങ്ങൾ. ആരാണ്? ആരാണോ പരമാത്മാവിനോടുള്ള സ്നേഹത്തിൽ സ്വയം സ്വയത്തിനെ പരമാത്മാവിൽ ബലിയർ. ബാബ ഞാൻ അങ്ങയുടേതാണ്, എന്റേതെല്ലാം അങ്ങയുടേതാണ്, ഞാൻ സമ്പൂർണമായിട്ടും അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് സ്വയത്തിനെ പൂർണ്ണമായിട്ടും പരമാത്മാ സ്നേഹത്തിൽ ബലിയർപ്പിക്കാം. അപ്പൊ നമുക്ക് ആരാകാൻ പറ്റും? ഓരോ ചുവടിലും വിജയിക്കുന്നവരാണ്, സഫലതയുടെ മൂർത്തിയായിട്ട് മാറാം. അപ്പൊ പരീക്ഷണങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ അല്ലെ, എപ്പോഴും എന്താണ്, ഞാൻ ബാബയുടെ അരികിലാണ് എന്ന് അനുഭവിച്ചു. അപ്പൊ ബാബയുടെ അരികിലാണ് എന്ന് നമ്മൾ അനുഭവം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ ബാബയുടെ കൂടെയാണ്, ബാബയുടെ കൂടെയാണ് എന്ന് നമ്മൾ സ്വയം അനുഭവം ചെയ്യുമ്പോൾ അത് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു, ബാബയുടെ കൂടെയാണ് അല്ലെ, ബാബയുടെ അരികിലാണ് എന്ന് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് സാക്ഷിയാകാൻ പറ്റും. കാരണം ബാബയുടെ കൂട്ടുകെട്ട് നമ്മളെ ആരാക്കി മാറ്റും? വേറിട്ടിരുന്ന എല്ലാം സാക്ഷിയായിട്ട് നോക്കിക്കാണാൻ കഴിവുള്ളവരാക്കി മാറ്റും. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു പരിതസ്ഥിതി വന്നാലും ഒരു പ്രോബ്ലം വന്നാലും എല്ലാം നമുക്ക് അതിൽ അന്തർലീനമായി കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ടെസ്റ്റ് പേപ്പറിൽ വിജയിക്കാൻ എളുപ്പമായി. അതുകൊണ്ട് സാക്ഷി ദൃഷ്ടാവായിട്ട് നമുക്ക് മാറും. അതിനും ബാബയെ കൂടെ വെച്ചാൽ മതി. അപ്പൊ ബാബയെ കൂടെ വെച്ചാൽ പിന്നെ എന്തുകൊണ്ടൊന്നും ചോദിക്കണ്ട, വിജയിക്കും അല്ലെ, പാസ്സാകുകയാണ് നമ്മൾ. കാരണം ടെസ്റ്റ് പേപ്പർ വരുന്നത് പാസ്സാകാൻ. പിന്നെന്താണ്? പരമാത്മാ സ്നേഹത്തിൽ സ്വയത്തിനെ ബലിയർപ്പിക്കുക. അപ്പൊ ഇതാണ് അല്ലെ ബാബ നമ്മളോട് പറയും, നമ്മൾ ധാരണ ചെയ്യണം അല്ലെ. ബാബയുടെ മുരളി, അന്നുള്ള മുരളി നമ്മൾ യോഗ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം, ധാരണ ചെയ്യണം.